അതെ, പറയാതിരിക്കാൻ മേല, പറഞ്ഞേ പറ്റുള്ളൂ. ഇന്ത്യ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുമ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളുണ്ടല്ലോ. എത്ര സെലിബ്രിറ്റികളുണ്ട്? അത് കുറേ ആൾ പേരൊന്നും എടുത്ത് പറയില്ല. നിങ്ങൾ ചിലപ്പോൾ മീഡിയയിലും മാധ്യമങ്ങളിലും മറ്റെല്ലാം കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. അവർ സംസാരിക്കുന്നത് എന്താണ്? നമ്മളൊരു എന്താ പറയുക, അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്ത ഒന്നുമല്ല. തീവ്രവാദികൾ ഇങ്ങോട്ട് കയറി വന്ന് അറ്റാക്ക് ചെയ്ത് 26 അങ്ങനത്തെ ആളുകളെ നിഷ്കരുണം കൊല ചെയ്തിട്ട്, അതൊന്നും ഇവിടുത്തെ ഈ എന്താ പറയുക, ഈ പാക്ക് ചായവുള്ള ആളുകൾക്ക് ഒരു വിഷയമല്ല. ഇപ്പോൾ ഈ വാറ് വന്നപ്പോൾ അങ്ങോട്ട് നമ്മുടെ സൈന്യം പോയി അറ്റാക്ക് ചെയ്ത് എത്രയോ കേന്ദ്രങ്ങൾ, തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ച് അതെന്തിനാ? ഇനി ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യരുത് എന്ന് വിചാരിച്ചാണ് നശിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്തപ്പം ഇവിടുത്തെ കുറേ പാക്കിന് ചെയ്ത പൊള്ളില്ലോ, അങ്ങനത്തെ പാക്ക് അനുകൂലികൾ അവിടെ ഗർഭിണികളുണ്ട്, കുട്ടികളുണ്ട്. എന്തെല്ലാം ന്യായങ്ങളാണ് പറയണത്. ഗർഭിണികൾ, കുട്ടികൾ, ഒന്നും അറിയാത്ത ജനങ്ങൾ, ഇവരൊക്കെ ഇതാവില്ലേ എന്നൊക്കെയാണ് പറയുന്നത്. സംഭവം ഓക്കെ. പക്ഷെ അവരിവിടെ ചെയ്തെന്താണ് നിങ്ങൾ കാണാത്തത്? ഇവിടെ ചെയ്ത് കൂട്ടിയത് എന്താണ്? നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ പൗരന്മാരെ എന്തും ചെയ്യാം. അത് നിങ്ങളൊരു മാധ്യമമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സംഭവങ്ങളോ ഒന്നും ഇവർക്ക് ബാധകമല്ല. നമ്മൾ രാജ്യത്ത് എന്തും ചെയ്യാം, അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ എന്താണിത്? ഇങ്ങനെ ചിന്തയുള്ളവർ അവിടെ പോയി ജീവിക്കട്ടെ, അല്ലേ? ഞാൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, അവിടെ പോയി ജീവിക്കട്ടെ. അവർ അത്രയും പാക്കിനോട് സ്നേഹമുള്ളവരാണ്, അവിടെ പോട്ടെ. എന്താ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് ചായവിൽ സംസാരിക്കുന്നത്? അതൊക്കെ മഹാമോശം. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ അനുകൂലിക്കുന്ന ഒരാൾ സ്വന്തം വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് മറ്റേ വീട്ടുകാരെ പുകഴ്ത്തി പറയുമോ? സ്വന്തം വീട്ടിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അയൽപക്കത്തെ വീട്ടുകാരെ പൊക്കി പറയുമോ? അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ അങ്ങനെ പറയുമോ? ഇതുപോലെ തന്നെയാണിത്. കഷ്ടം കേട്ടാ. നിങ്ങൾ ഇവിടെയൊക്കെ എന്താ പറയുക, ഇവിടെ ജീവിച്ചിട്ട് അങ്ങോട്ട് അനുകൂലിച്ച് സംസാരിക്കുന്നത് വളരെ കഷ്ടമാണ്. ഞാൻ്റെ ഒരു അഭിപ്രായം പറയാം. അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ. ഇങ്ങനത്തെ അനുകൂലികളുണ്ട്, നമ്മൾ അവരെ എങ്ങനെ വിശ്വസിക്കും? പിന്നിൽ നിന്ന് തിരിഞ്ഞു കൊത്തൂല അവർ. അപ്പോൾ കുറേ ഒരു സെലിബ്രിറ്റി അറിഞ്ഞു, ഒരു ലേഡീസ്, എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ അതൊക്കെ പാടുണ്ടോ ചെയ്യാൻ?